പൊന്നാങ്കണ്ണിച്ചീര ഇപ്പോൾ മലയാളികൾക്ക് സുപരിചിതമാണ്. കാരണം ഈ ഓൺലൈനിലെല്ലാം നിങ്ങൾ ഇതിനെപ്പറ്റി കേട്ട് കാണും. വളരെയധികം ഔഷധ ഗുണമുള്ള, നമുക്കിപ്പോൾ ലഭ്യമായതിൽ വച്ച് ഏറ്റവും നല്ല ഒരു ഇനമാണ് പൊന്നാങ്കണ്ണിച്ചീര. കാരണം ഇത് ചീരയായിട്ട് ഉപയോഗിക്കാം, അതായത് തോരൻ വെച്ച് കഴിക്കാം. അതോടൊപ്പം തന്നെ നമുക്ക് പൂർണ്ണമായ ആരോഗ്യ സംരക്ഷണവും ഉറപ്പുവരുത്തുന്ന ഒന്നാണ് ഈ പൊന്നാങ്കണ്ണിച്ചീര. വർഷങ്ങൾക്ക് മുമ്പ് ഇത് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, തമിഴ്നാട്ടിലായിരുന്നു ആദ്യം ഇത് ഉണ്ടായത്. അവിടെ വൻതോതിൽ കൃഷിയാണിത്. ഇപ്പോൾ അവിടുന്ന് കേരളത്തിലേക്കും കടന്നിരിക്കുന്നു. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായത് ഒരു 40 വയസ്സ് കഴിഞ്ഞവർക്കാണ്. കാരണം നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാൽഷ്യത്തിൻ്റെ കുറവ്, ഫൈബറിൻ്റെ കുറവ്, അതുപോലെ സൾഫർ, ഫോസ്ഫറസ്, മഗ്നീഷ്യം എന്നീ മൂലകങ്ങളെല്ലാം ശരീരത്തിൽ കുറയുന്നതനുസരിച്ച് ഇത് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. എടുത്തു പറയേണ്ട ഗുണം എന്ന് പറയുന്നത് കണ്ണിന് നല്ല കാഴ്ചശക്തി കിട്ടുന്നു, ദൂരക്കാഴ്ച കിട്ടും. ഇപ്പോൾ ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി ഇതെല്ലാം മാറ്റി തിമിരം വരാനുള്ള സാധ്യത ഒഴിവാക്കി കണ്ണിന് പൂർണ്ണ സംരക്ഷണവും ആരോഗ്യവും കാഴ്ചശക്തിയും തരുന്ന ഒന്നാണ് പൊന്നാങ്കണ്ണിച്ചീര. ഇത് കേരളത്തിലെ എല്ലാ വീടുകളിലും ഈ ഔഷധച്ചീര നട്ടു വളർത്തണം, കൃഷി ചെയ്യണം എന്നൊരാഗ്രഹം എനിക്കും ഉണ്ട്. പ്രായമായവർ ഉപയോഗിക്കണം എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ നല്ല ബലം തരാൻ ഇതിന് സാധിക്കും. ഒരുപാട് അയൺ കണ്ടൻറ്റും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെവിടെയെങ്കിലും കൈയൊന്ന് തട്ടോ മുട്ടോ ജസ്റ്റ് ഒന്ന് വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അസ്ഥി ഒടിയുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും, അസ്ഥിക്ക് പൊട്ട് വീഴുക ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി, പ്രായമായവരിൽ അതൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണല്ലോ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി നമ്മുടെ അസ്ഥിക്കും പല്ലിനും ഒക്കെ നല്ല ബലവും തരാൻ ഇത് നല്ലതാണ്. ഇപ്പോൾ ഞാനിത് ഓൺലൈനിൽ വിൽപ്പന നടത്തുന്നുണ്ട്. വളരെ മിതമായ വിലയ്ക്കാണ് കൊടുക്കുന്നത്. ഞാനിത് വിൽപ്പന നടത്തുന്നത് കൊണ്ടല്ല ഇതിൻ്റെ ഗുണങ്ങൾ ഒരുപാടുണ്ടെന്നും പറഞ്ഞ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ല. നിങ്ങളിത് യൂട്യൂബിൽ അടിച്ചു നോക്കി ഇതിൻ്റെ യഥാർത്ഥ വിലയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. ഒരു ചെറിയ തണ്ട്, ഇത് ഇത്രയും പോകുന്ന ഒരു തണ്ടിന് 10 രൂപയാണ് ഇപ്പോൾ ആൾക്കാർ വാങ്ങിക്കുന്നത്. ഞാൻ 30 മുതൽ 35 വരെയൊക്കെ തൈകൾ പീസ് നടാവുന്ന ഒരു കവറിൽ 350 രൂപ വേണ്ടേ, അതിന് ഞാൻ 200 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം തന്നെ വ്യക്തമാണ്. എല്ലാ വീടുകളിലും ഇത് എത്തിക്കണം. ഒരു കവറെങ്കിലും വാങ്ങിച്ച് നിങ്ങൾ നടണം. ഇത് നടേണ്ട വിധമൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അധികം പരിചരണമൊന്നും ഇതിന് വേണ്ട. നട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച തണൽ കൊടുക്കണം, അത്രയേ ഉള്ളൂ. തണലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് പച്ച നിറത്തിലും, വെയിലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇത് വയലറ്റ് കളറുമായിട്ട് മാറും. പിന്നെ ഇതിൻ്റെ വളം ഞാൻ ചെയ്യുന്നത് കഞ്ഞിവെള്ളം അല്പം കപ്പലണ്ടി പിണ്ണാക്കിട്ട് പൊളിപ്പിച്ച് ഒരു 3-4 ദിവസം കഴിഞ്ഞ് അത് നേർപ്പിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. വേറെ ഒരു വളവും ചെയ്യുന്നില്ല. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ആഴ്ചയിൽ 3 ദിവസമെങ്കിലും ഇത് ഉപയോഗിക്കുക. ഒരു പിടി മാത്രം മതി. ഇത് ഇത്രയും മതി ഒരാൾക്ക് തോരൻ വയ്ക്കാൻ. അത്രയും തോരൻ കഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചുള്ളത് കൊണ്ട് അതിൻ്റെ കൂടെ നമുക്ക് വല്ല മുട്ടയോ കാരറ്റോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് തോരൻ വെച്ച് കഴിക്കാം. ആഴ്ചയിൽ 3 ദിവസം കഴിച്ചാൽ ഏറ്റവും നന്നായിരിക്കും. അതൊക്കെ ഞാൻ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാക്കറ്റുകളാണ്. പിന്നെ യൂട്യൂബിലൊക്കെ കാണാം ഇത് കഴിക്കാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട്, കഴിച്ചു കഴിഞ്ഞാൽ ചില അപകടങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓക്സലേറ്റിൻ്റെ അളവ് കൂടുതലാണ്. ഈ ഓക്സലേറ്റ് അളവ് കൂടുമ്പോൾ ക്രിസ്റ്റലുകൾ ഉണ്ടാകുന്നതൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇത് എല്ലാ ദിവസവും കഴിക്കരുത്, വല്ലപ്പോഴും കഴിക്കുക. വൃക്കയ്ക്ക് കംപ്ലീറ്റ് ഭയങ്കരമായ മാരകമായ അവസ്ഥയിൽ വൃക്കരോഗം വന്നവരാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത്. ബാക്കി എല്ലാവർക്കും കഴിക്കാം. കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഈ കൃഷിയുടെ കാലഘട്ടമാണിത്. ഇനിയിപ്പോൾ കൃഷിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിലും ഇതൊരു 10 ചെടി ഉണ്ടായി നിൽക്കുന്നത് വളരെ നല്ലതാണ്. ഇത് കണ്ടോ, അത് വെയിലത്ത് നിന്നിട്ട് അതിന് വയലറ്റ് നിറം വരുന്നതുണ്ടോ. പക്ഷേ ഈ തണലത്ത് നിൽക്കുന്നതിന് നല്ല പച്ച നിറമാണ് വരുന്നത്. അപ്പോൾ ഇതിൽ പൊന്നാങ്കണ്ണിച്ചീരയിൽ തന്നെ വ്യാജനുണ്ട്. പൊന്നാങ്കണ്ണിച്ചീരയുടെ അതേമാതിരി തോന്നിക്കുന്ന കുറേ വ്യത്യാസമുണ്ട്. അത് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. കുറേ നീളം കൂടുതലായിരിക്കും, തണ്ടിൻ്റെ ഓരോ മുട്ട് തമ്മിൽ നീളം കൂടുതലായിരിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചിരുന്നു. ഇത്രയും നീളമുള്ള മുട്ട് ഈ കാട്ടുചീരയ്ക്കകത്ത് ഇത്രയും ഒരു വിരൽ നീളം ഉണ്ടാവും. അതിൻ്റെ ഇലയ്ക്കും വ്യത്യാസമുണ്ട്. നീളൻ ഇലയാണ്, കരിയും പച്ചയാണ്.
യഥാർത്ഥ പൊന്നാങ്കണ്ണി ചീര വാങ്ങിച്ച് വയ്ക്കാൻ ശ്രമിക്കുക. ഇത് ഒക്കെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന പാക്കറ്റുകളാണ്. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു തല മുറിച്ച്, ഇപ്പോൾ ഈ ഒരു തല ഇത് 2 എണ്ണം നടാം. കണ്ടോ, ഈ ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തല മുറിച്ച് നട്ടിട്ട് ബാക്കി താഴേക്കുള്ള അത് വേരുള്ള വശം അതും വേറെ ആയിട്ട് നടാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ 2 പീസ് കിട്ടും. ഇപ്പോൾ ഇതിലാണെങ്കിൽ ഇത് 3 പീസുണ്ട്. ഇതിൽ 1, 2, 3, 4, 5 പീസ് നടാം ഇതിനകത്ത്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കൊടുക്കാൻ വച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ പാഴ്സലുകളാണ് ഇതെല്ലാം, കവറുകൾ. ഇവിടെ കുറേ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഇതൊരു അവസരമാണ്. കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് പൊന്നാങ്കണ്ണിച്ചീര നിങ്ങളുടെ വീട്ടിൽ നട്ടു വളർത്താം. 800 ചില്ലാനം പേർക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ കമൻറ്റുകൾ കേൾക്കുമ്പോൾ നന്നായിട്ട് വളരുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അവരും ഈ കുറഞ്ഞ വിലയിൽ ഇത് വാങ്ങിച്ച് കൃഷി ചെയ്യട്ടെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സാപ്പിൽ ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ ഞാനിവിടെ കൊടുക്കാം. ഈ ചൂട് കൂടുന്നത് മാത്രമല്ല, ഏത് കാലത്തും ഇലക്കറികൾ ധാരാളം കഴിക്കണം. അത് എല്ലാ അസുഖങ്ങളെയും ഒഴിവാക്കാൻ ഒറ്റമൂലി മാത്രമേ ഉള്ളൂ. ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കഴിക്കുക എന്നുള്ളത്. എന്ത് അസുഖം ഒഴിവാക്കി കിട്ടാൻ ഇത് മാത്രം മതി. പിന്നെ കഴിഞ്ഞ 2-3 വർഷമായി ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്. ചൂട് കൂടി വരുന്നു. പക്ഷികൾക്ക് കുടിക്കാൻ വെള്ളം വെച്ച് കൊടുക്കുക. ചെറിയ കുഴി കുഴിച്ചിട്ട് അതിലേതെങ്കിലും ഒരു പാത്രം ഇറക്കി വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ച് വയ്ക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.